നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. പ്രസവം വീട്ടിലായിരിക്കണം എന്നതുപോലുള്ള ദുരാചാരങ്ങൾ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കണമെന്ന് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി. മലപ്പുറം കോഡൂരിലെ വാടക വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഭർത്താവ് നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജ് കെ സനൽകുമാർ ഉത്തരവിൽ പരാമർശിച്ചത്. ആലപ്പുഴ വണ്ടാനം അമ്പലപ്പുഴ വളഞ്ഞവഴി നീർക്കുന്ന് സിറാജുദ്ദീനാണ് പ്രതി. പ്രതിയുടെ ഭാര്യ അസ്മ 2025 ഏപ്രിൽ 5-ന് വീട്ടിൽ 5ാമത്തെ കുട്ടിയെ പ്രസവിച്ചു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായിട്ടും ഭർത്താവ് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഭാര്യ മരിക്കുകയായിരുന്നു. കേസിലെ 2ാം പ്രതിയായ ഫാത്തിമയുടെ നിർദ്ദേശത്തിൽ കുട്ടിയെ പുറത്തെടുത്തതിൽ രക്തസ്രാവമുണ്ടായതായിരുന്നു മരണത്തിനു കാരണം. ഫാത്തിമയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് കേസിലെ 3ാം പ്രതിയാണ്. അസ്വാഭാവിക മരണം പോലീസിൽ അറിയിക്കാതെ മൃതദേഹം സംസ്കരിക്കാനായി ഭാര്യ വീടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. സംസ്കാരം തടഞ്ഞ പെരുമ്പാവൂർ പോലീസ് മൃതദേഹം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ലിസ ജോൺ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അശാസ്ത്രീയ പ്രസവമെടുപ്പാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. അസ്മയുടെ മാതൃസഹോദരൻ മുഹമ്മദ് കുഞ്ഞ് നൽകിയ പരാതിയിൽ ഏപ്രിൽ 7-ന് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാളിതുവരെ റിമാൻഡിൽ കഴിഞ്ഞ പ്രതിക്ക് ഇന്നലെ മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകി. പ്രതിക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പ്രതിയെ കസ്റ്റഡിയിൽ നിർത്തി വിചാരണ ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യമുന്നയിക്കാത്തതിനാലുമാണ് ജാമ്യം നൽകുന്നതെന്നും കോടതി ജാമ്യ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.